പിടിക്കല്ലേ, അവളെ പിടിക്കൂ, ഇല്ലെങ്കിൽ അവളെന്നെ കൊല്ലും. എന്റെ ഡാഡിയെ കൊന്ന പിശാച്. നിനക്ക് വേണ്ടി എന്റെ സ്വത്തല്ലേ, എടുത്തോളൂ, എന്നെ വെറുതെ വിട്ടേക്കൂ. ഇല്ലെങ്കിൽ കൊണ്ടുപോവളെ. നീ എന്താ അവിടെ നിൽക്കുന്നത്? പോവട്ടെ. പേടിപ്പിക്കേ ഇറങ്ങടോ, ഇങ്ങോട്ട് കഴിച്ചാളെ മടിച്ചിനെ പറ്റില്ലേ. മോളിനുള്ള ഉത്തരവാണ്. എണ്ണ തേച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട് ഇട്ട് കൊണ്ടിച്ചല്ലേ. ഇറങ്ങിക്കോ, ഇങ്ങോട്ട് മറ്റേ കാലം പണ്ടാരടങ്ങിയത് എന്തോരിത്. എന്താ കഴിച്ചേ? പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏത് കാട്ടുന്ന അങ്ങോട്ട് ഇങ്ങനെ ഒക്കെ ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് എന്നിട്ട് ഇതായിട്ടാളങ്ങോട്ടേ. അപ്പൊ എന്റെ അളവ് തെറ്റിയില്ലേ? അയ്യേ വൃത്തിയോട്ടെ സിരിപ്പുണ്ടോ. ഇനി പുറപ്പെട്ടോ. എങ്ങോട്ട്? എസ്റ്റേറ്റിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ രാജഗോപാലൻ എവിടെ? 2 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഷിപ്മെന്റിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കഴിഞ്ഞു? ഇല്ല. ഇല്ലേ? മിസ്റ്റർ ജെയിംസ്, നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ഇവിടെ? തൊഴിലാളികൾ ലോഡിങ്ങിന് സമ്മതിക്കുന്നില്ല. ബോണസ് കൊടുക്കാൻ വൈകിട്ടും അവിടെ ചോദിച്ച അഡ്വാൻസ് കൊടുത്തില്ലെന്നാണ് പരാതി. കൊടുത്തില്ലെന്നോ? ഞാൻ മിസ്റ്റർ രാജഗോപാലനെ ഏൽപ്പിച്ചിരുന്നല്ലോ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെയായിരുന്നു? ക്ഷമിക്കണം, അവിവാഹിതരായ ഒരു ചെറുപ്പക്കാരൻ പോകുന്നിടമെല്ലാം നിങ്ങളെപ്പോലും മതിയോട് പറയാമോ? കൊള്ളില്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു? പരിഹസിക്കുകയാണോ? അതിനെനിക്ക് അർഹതയില്ലല്ലോ. ഞാൻ ജനറൽ മാനേജരും നിങ്ങൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറും അല്ലേ? എന്റെ പദവി ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഫാക്ടറി തൊഴിലാളികൾക്ക് അഡ്വാൻസ് കൊടുക്കാനായി ഞാൻ ഏൽപ്പിച്ച തുക നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ കൊടുത്തില്ല? ആവശ്യമില്ലെന്ന് തോന്നി. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ല മിസ്റ്റർ രാജഗോപാലൻ. മിസസ് ജയന്തി ശേഖരമല്ലല്ലോ. നിങ്ങൾ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ശാന്തി. അവളാണ് ഈ സ്വത്തിന്റെ ഒക്കെ അവകാശി. അവൾക്കതിന് കഴിയില്ല. അവളുടെ അസുഖം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതുവരെ അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാനല്ല, അവളെ പരിശോധിക്കുന്ന ഡോക്ടർ. ഡോക്ടർ 5 രൂപ കൊടുത്താൽ ഏത് രോഗത്തിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തരുന്ന ഡോക്ടർമാരും നമ്മുടെ നാട്ടിലില്ലേ? ശ്രീമതി ജയന്തി ശങ്കർ, ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്വത്തിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അല്ലെങ്കിൽ അവൾ മരിക്കണം. മിസ്റ്റർ രാജഗോപാൽ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രാമുണ്ണി, ഇയാൾ എന്റെ ഒരു ചാർച്ചക്കാരനാണ്. എന്തെങ്കിലും ജോലി കൊടുക്കണം. ഇവനാണോ? നടക്ക്. ഗ്രാജുവേറ്റ്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ജോലി വല്ലതും അറിയോ? അരയ്ക്കാനും തേങ്ങ വെട്ടാനും പിന്നെ കൊപ്ര ഉണക്കാനും അറിയാം. ഇതെന്താണെന്ന് അറിയാമോ? തേയിലയാണ്, കൊപ്രയല്ല. നീ ജയന്തിയുടെ ചാർച്ചക്കാരനല്ലേ? ഞാൻ എന്തിനാ എന്നെ അടിച്ചത്? നിന്റെ ആ ചാർച്ചക്കാരി ഉണ്ടല്ലോ ജയന്തി, അവളോട് എന്ന് ചോദിക്കും. വെക്കോ. വീരയൻ, ശാന്തിയുടെ കാര്യം ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ശ്രദ്ധിക്കണം. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല. ഒരു പേടിത്തൊണ്ടൻ. അല്ലെങ്കിൽ എന്താ രാമുണ്ണി? അയാൾ എന്നെ തല്ലി. കാരണം ഇവിടെ ചോദിക്കാൻ പറഞ്ഞു. വീരയൻ, ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതാ അയാൾ എന്തിനാ എന്നെ തല്ലിയത്?
എടാ, നീ ഒരു പാവമാണെന്ന് തോന്നുന്നു. അത് അവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയല്ലേ? അല്ലെങ്കിൽ നിന്നെ തല്ലിയതിന് ആ സ്ത്രീ ചോദിക്കണ്ടേ? രാജഗോപാലൻ അവരുടെ ശമ്പളക്കാരനല്ലേ? എന്നിട്ട് ചോദിച്ചില്ലല്ലോ. അവളൊരു യക്ഷിയാണ്, ചോര ഊറ്റിപ്പിടിക്കുന്ന യക്ഷി. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ എന്നെപ്പോലെ നിനക്കും ശവക്കുഴി തോണ്ടേണ്ടി വരും. ചോര വാർന്ന ശരീരങ്ങൾ അതിനകത്തിട്ട് മൂടേണ്ടി വരും. എന്നാലും രാത്രിയിൽ അവ എഴുന്നേറ്റ് വരുമ്പോഴാ നിന്റെ മുമ്പിലേക്ക്. അപ്പൊ നീ എന്ത് ചെയ്യും? പേടിച്ച് കരയുമല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ആ, കൂടെ കൂടെ മനസ്സിലായിക്കൊള്ളൂ. ആ, കുഴിച്ചോ ആഴത്തിൽ. പിന്നെ രാത്രിയാകുമ്പോ അതിനകത്ത് എഴുന്നേറ്റ് പോരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ച് നമുക്കെന്നെ ദോഷം. അപ്പോ പോ. ഈ മരുന്ന് വേഗം വാങ്ങിച്ചു കൊടുക്കും. കുത്തിവെക്കാനാണോ ഡോക്ടർ? ഒക്കെ അതിലെഴുതിയിട്ടുണ്ട്. ഏയ്, എന്തിനാ കുഴിക്കുന്നത്? ഏയ്, എന്തിനാ കുഴിക്കുന്നത്? സംസാരിക്കില്ല, പൊട്ടനാ. ആ, നീ ഇങ്ങോട്ട് വാ. വാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? ഇല്ല. ഞാൻ ആരെ കൊണ്ടൊന്ന് വായിപ്പിക്കുന്നത്. എന്താ ഇത്? ഡോക്ടർ ശാന്തി കുഞ്ഞിന് എഴുതുന്ന മരുന്നാ. എനിക്കൊരു സംശയം, വിഷാണോ? പോയസ്. എന്തിനാ വിഷം? കുത്തിവെച്ച് കൊല്ലാൻ. എങ്കിലും സ്വത്ത് അവർക്ക് കിട്ടൂ. ഞാനൊന്നും പറഞ്ഞില്ലേ? ഞാനോ ഇവനെ കുഴിച്ചു മൂടിയല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. That's really funny. വന്ന് ഇനി രണ്ടുപേരും കുടിച്ചു കൂത്താണ്. എന്റെ സ്വൈര്യം പോയി. You may go. ജയന്തി, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് നല്ലത്. ഞാൻ പ്ലീസ് ഗോ ഔട്ട്. രാമുണ്ണി എവിടെ? താഴെയുണ്ട്. ഇവിടത്തെ കാര്യങ്ങൾ വല്ലതും നീ അവനോട് പറഞ്ഞോ? ഇല്ല. ഇല്ലേ? ഞാൻ ശാന്തി കുഞ്ഞിന് ഭ്രാന്താണെന്നും അതുകൊണ്ടാണ് ഡോക്ടർ ഒന്ന് കുത്തിവെക്കുന്നതെന്നും പറഞ്ഞു. ഇനി പറയില്ല. വേലയെന്ന് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ രാജഗോപാലിന് നിന്നെ കുറിച്ച് സംശയങ്ങളുണ്ട്. പുറത്തു പറയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും അറിയുന്നവനാണ് നീ. അത് വെളിപ്പെടുത്തിയാൽ പിന്നെ വേലയെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. സൂക്ഷിച്ചോളൂ. വേലയും പൊയ്ക്കോളൂ. എന്താ? ഇന്നും നാട്ടിൽ നിന്ന് എഴുത്തുണ്ടായിരുന്നു. അമ്മാവിന്റെ കല്യാണക്കാര്യമായിരിക്കും. എന്നെ താമസിച്ചാൽ പറ്റില്ലെന്നാണ് അമ്മാവിന്റെ എഴുത്തിൽ. എന്നാൽ ഉടനെ പുറപ്പെട്ടോളൂ. ഉറപ്പണ്ണല്ലേ വധു? അമ്മാവിന്റെ മകളാ. പേര് വധു എന്നല്ല, കാർത്തിയായിനി എന്നാ. കാർത്തിന്ന് വിളിക്കൂ. കാർത്തി എങ്ങനെയാണ്? കാഴ്ചയിൽ സുന്ദരിയാണോ? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരിക്കും. എനിക്കിഷ്ട. കല്യാണം കഴിഞ്ഞാൽ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ? വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്.
ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പുലർത്താനുള്ള ശേഷി നിനക്കുണ്ടോ? എനിക്ക് ഇപ്പൊ സുഖമൊന്നുമില്ല. മുമ്പത്തെ ശ്വാസം മുട്ടലൊക്കെ നിന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ചെറിയപ്പടം മേലെ കല്യാണ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അല്ല അപ്പൊ അമ്മ Get out. എന്തൊരു സങ്കടം. അമ്മ